ഇന്ന് ഞാൻ ഇടാൻ ചൂസ് ചെയ്തത് എൻ്റെ ഈ നേവി ബ്ലൂ കുർത്തിയാണ്. ഇതിട്ട് ഞാൻ ഒരുങ്ങി ഇറങ്ങിയിട്ട് ആദ്യത്തെ ബസ്സിന് കയറി പുറത്ത് പോകാനായിട്ട് കാത്തു നിന്നു. അങ്ങനെ നിന്നിട്ട് ഒരു ബസ്സും വന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു കോഫി കുടിക്കാൻ തീരുമാനിച്ചിട്ട് കുറച്ച് മുന്നോട്ട് നടന്നിട്ട് അവിടെ പോയി ഒരു കോഫി കുടിച്ചു. കോഫി കുടിച്ചിട്ട് ഞാൻ വീണ്ടും നടന്നു. എനിക്ക് ഒരു ബസ്സിലും കയറാൻ തോന്നിയില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പിന്നെ നടന്ന് ഈസ്റ്റ് ഫോർട്ടിൽ പോയി. ഈസ്റ്റ് ഫോർട്ടിൽ പോയിട്ട് അവിടെ എത്തിയപ്പോൾ കുതിരമാളിക പാലസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ പിന്നെ അത് കയറി കാണാമെന്ന് കരുതി. ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ കുട പിടിച്ചിട്ട് നടക്കുന്നത്. ശരിക്കും പുറത്തിറങ്ങിയപ്പോൾ ഞാൻ ബസ് കയറി യാത്ര ചെയ്ത് എങ്ങോട്ടെങ്കിലും പോകണം എന്ന് പ്ലാൻ ചെയ്താണ് ഇറങ്ങിയതെങ്കിലും എനിക്ക് ഒരു ബസ്സിലും കയറി ഇരുന്ന് പോകാനായിട്ട് എനിക്ക് തോന്നിയില്ല. പകരം എനിക്കിങ്ങനെ നടന്ന സ്ഥലം കാണാനാണ് തോന്നിയത്. അങ്ങനെ ഞാൻ കുതിരമാളിക പാലസിലെത്തി ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അവിടെ മ്യൂസിയം കാണാനും പാലസ് കാണാനായിട്ട് 2 ടിക്കറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അകത്ത് കയറി നടന്ന് കണ്ടു. എല്ലാം നല്ല ഭംഗിയുണ്ടായിരുന്നു. അകത്ത് ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അകത്തെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പുറത്തെ ആ പാലസിൻ്റെ സൈഡിലുള്ള കുറച്ച് വ്യൂസ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റിയുള്ളൂ. പാലസിനകത്തെ വ്യൂ എല്ലാം ഭയങ്കര അടിപൊളിയായിരുന്നു. പണ്ടത്തെ തിരുവിതാംകൂർ രാജാക്കന്മാർ യൂസ് ചെയ്തിരുന്ന വാളും തോക്കുകളും അവരുടെ കസേരയും എല്ലാം കാണാൻ പറ്റി. അവരുടെ ഒത്തിരി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. പോട്ടറീസിൻ്റെയും ക്രാഫ്റ്റ് വർക്ക്സും അങ്ങനെ എല്ലാം കാണാൻ പറ്റി. അതിനുശേഷം ഞാൻ ലഞ്ച് കഴിക്കാനായിട്ട് കയറിയായിരുന്നു. ഞാൻ ശരിക്കും ഒരു ബിരിയാണി കഴിക്കണം എന്ന ഉദ്ദേശത്തിലാണ് പോയത്. എന്നിട്ട് ആസാദിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചിട്ട് ഞാൻ അവിടം വരെ നടന്നു പോയി. എന്നിട്ട് ആസാദ് അപ്പോൾ ഓപ്പൺ ആയിട്ടില്ലായിരുന്നു. എനിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞാൻ നടന്ന് ആര്യാസിൽ പോയി അവിടെ നിന്നൊരു മീൽസ് ഓർഡർ ചെയ്ത് അതാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒത്തിരി ചോറും കറികളും ഉണ്ടായിരുന്നു. മീൽസ് തന്നെ ആയിരുന്നു, പക്ഷേ ഒരു തമിഴ് ടച്ചുള്ള മീൽസ് ആയിരുന്നു. അതെല്ലാം വലിയ പപ്പടവും അവരുടെ കുളമ്പും അങ്ങനെ കുറച്ച് കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ എല്ലാം ഒന്നും കഴിച്ചില്ല. ഒരു അവിയലും ചമ്മന്തിയും ഈ പപ്പടവും കൂട്ടിയിട്ടായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കറികളും നല്ലത് തന്നെയായിരുന്നു. 2 ടൈപ്പ് റൈസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. നീളൻ അരിയുള്ള തമിഴ് സ്റ്റൈൽ അങ്ങനത്തെ റൈസും ഉണ്ടായിരുന്നു, ചമ്പാ റൈസും തരുമായിരുന്നു. ഞാൻ ചമ്പാ റൈസാണ് കഴിച്ചത്. ഒത്തിരി വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് കഴിച്ചു. അതെല്ലാം കഴിച്ചു തീർത്തായിരുന്നു. എല്ലാ കറികളും എടുത്തില്ല, പക്ഷേ കഴിക്കുന്നത് നന്നായിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അവരുടെ ചമ്മന്തിയും അവിയലും പരിപ്പും കൂട്ടി കഴിക്കാൻ ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആ കൂട്ടത്തിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം ദീപ കാണിക്കാൻ പോകുന്ന പായസമാണ്. നല്ലൊരു അരിപ്പായസമാണ് അവർ തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിക്കാനായിട്ട്. ലഞ്ച് കഴിച്ചിറങ്ങിയതിന് ശേഷം ഞാൻ ഒത്തിരി നേരം ആലോചിച്ചു ഇനി എങ്ങോട്ട് പോകണം എന്നുള്ളത്. എന്നിട്ടും എനിക്ക് ബസ്സിൽ കയറിയിരുന്ന് എങ്ങോട്ടെങ്കിലും പോകാനായിട്ട് എനിക്ക് അപ്പോഴും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ നടന്ന് ഞാൻ പാളയത്തോട്ടുള്ള ബസ്സിൽ കയറി. പാളയത്തു നിന്നുള്ള ബസ്സിൽ കയറി പാളയത്ത് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ മ്യൂസിയം പോകാമെന്ന് കരുതിയിട്ട് അങ്ങോട്ട് പോകുന്ന ബസ്സിൽ കയറിയായിരുന്നു. എന്നിട്ട് എനിക്ക് മ്യൂസിയത്തിൽ പോകാൻ തോന്നിയില്ല. പിന്നെ ഞാൻ ശാസ്തമംഗലത്തോട്ടാണ് പോയത്. ശാസ്തമംഗലത്ത് ഇറങ്ങിയിട്ട് അവിടുത്തെ ഐബാക്കോയിൽ കയറി കാണിക്കുന്ന ഐസ്ക്രീം കഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു മാംഗോ ഫ്ലേവറിലുള്ള ഐസ്ക്രീമായിരുന്നു. കൂടെ ഒരു ടോപ്പിങ്സ് ആയിട്ട് ഞാൻ മാംഗോയുടെ ഫ്രഷ് ഫ്രൂട്ട്സ് തന്നെയാണ് ചൂസ് ചെയ്തത്. കൂടെ ഒരു ചോക്ലേറ്റ് വാഫിളും ചൂസ് ചെയ്തു. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉള്ളൊരു ഐസ്ക്രീം തന്നെയായിരുന്നു. അത് ഒത്തിരി ഞാൻ എൻജോയ് ചെയ്താണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവിടെ വലിയ തിരക്കുള്ളൊരു ഷോപ്പല്ലായിരുന്നു. സമാധാനമായിട്ടൊരു ലൈറ്റ് മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ. അതൊക്കെ കണ്ട് കേട്ടിരുന്ന് നല്ലതായിട്ട് ആസ്വദിച്ചാണ് ഞാൻ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നത് അടുത്ത ഇനി എന്ത് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഐഡിയ തോന്നി, 3:30 തുടങ്ങുന്നൊരു സിനിമയുണ്ട്, അത് പോയി കാണാമെന്ന്. അങ്ങനെ ഞാൻ പോയി ബാലനാണ് കണ്ടത്. ഞാനൊരു ഫീൽ ഗുഡ് മൂവി പ്രതീക്ഷിച്ചാണ് പോയതെങ്കിലും എനിക്കതൊരു ഒരു സസ്പെൻസ് ത്രില്ലർ മൂവിയുടെ ഒരു ഫീലാണ് എനിക്കത് തന്നത്. നല്ല സിനിമയായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഞാൻ പോയൊരു ചായ കുടിച്ചു. അതിനുശേഷം ഞാൻ എൻ്റെ സോളോ ഡേറ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്തു. പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് പോകാഞ്ഞതിൽ ഐ എം റിയലി പ്രൗഡ് ഓഫ് മീ.